ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇവിടെ എന്താണ് ഒരു മകൻ ഇത്തരത്തിൽ ഒരു MDMA കേസിൽ പെടുക എന്ന് പറയുന്നത് ഒരു പിതാവിനും താങ്ങാവതല്ല. ഞാൻ 100% അംഗീകരിക്കുന്നു. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്കും പിതാവിനെ ജീവൻ പോലെ സ്നേഹിക്കുന്ന ഒരു മകൻ എന്നുള്ള നിലയ്ക്കും താങ്കളുടെ ആ വേദനയ്ക്കൊപ്പം ഞാൻ നിൽക്കുകയുമാണ്. അതോടൊപ്പം തന്നെ താങ്കൾ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊരാളുടെ തലയിൽ വെക്കുകയോ അല്ലെങ്കിൽ താങ്കൾക്ക് വേണമെങ്കിൽ വളരെ സുഗമമായി പറയാമായിരുന്നു വിഷ്ണു ചന്ദ്രശേഖരൻ ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്നൊക്കെ താങ്കൾക്ക് വേണമെങ്കിൽ സുന്ദരമായി പറയാമായിരുന്നു. ഇല്ലെങ്കിൽ ഇത് പോലീസുകാർ പകപോക്കുകയാണെന്നോ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു, എൻ്റെ മകനൊന്നും അല്ല എന്നൊക്കെ പറയാം. പക്ഷെ താങ്കൾ അത് ചെയ്തില്ല. താങ്കൾ വളരെ കൃത്യമായി ആ മകനെ പറ്റി തെറ്റ് അഡ്മിറ്റ് ചെയ്യുക മാത്രമല്ല, മകനൊപ്പം കൂട്ടുകാരുണ്ടെന്നും അവരെ കൂടി നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങണം, ഇത് വീടിനകത്ത് എൻ്റെ വീട്ടിനകത്തേക്ക് എത്തുന്നത് പോലെ പല വീടുകൾക്കകത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു മാരകമായ ഭീകരമായ സത്യം താങ്കളുടെ മകൻ്റെ അനുഭവത്തിൽ താങ്കൾ കേരളത്തോട് പറയാൻ ശ്രമിച്ചു. അതിനാദ്യം അഭിനന്ദനങ്ങൾ. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കളുടെ വ്യക്തിപരമായ അനുഭവത്തിൽ ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വിപത്ത് എത്രത്തോളം ഭീകരമാണ്? വലിയ ഭീകരതയാണ്. കാരണം 17-18 വയസ്സുള്ള കുട്ടികളെല്ലാം ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുകയാണ്. എൻ്റെ മകനും 27 വയസ്സുണ്ട്. 6 മാസം അവനെ തന്നെ എന്നോട് പറഞ്ഞാണ് 6 മാസം കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഞാനിന്ന് രാവിലെ 2-3 മണിക്കൂർ അവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഒരു മൊബൈലിലേക്ക് ഒന്ന് കാശ് അയച്ചു കൊടുത്താൽ ഉടൻ തന്നെ അവർ ഈ സാധനം, ഈ MDMA എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ മുട്ടിലോ എവിടെയെങ്കിലും വച്ചിട്ട് ഒരു പടം അയച്ചു കൊടുക്കും. ഉടൻ തന്നെ അടുത്ത് ഈ 30 കിലോമീറ്ററിനകത്തുള്ള ലൊക്കേഷനും. അതിനുവേണ്ടി ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഫോൺ, എൻ്റെ മകൻ പറഞ്ഞത് UK ഒക്കെ ബേസുള്ള വെച്ചർ ഫോൺ, ഈ സിം കാർഡ് ഇല്ലാത്ത ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുള്ള. 30 കിലോമീറ്ററിനകത്ത് ആരാണ് പൈസ ഇട്ടാലും ഓടി ഉടൻ തന്നെ എത്തിക്കുന്നു ഈ സാധനം. ഇവിടെ പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സുലഭമായിട്ട് ഇത് കൊടുക്കുകയാണ്. നമ്മൾ യുവാക്കളെ കാര്യം മാത്രം ചർച്ച ചെയ്യുമ്പോഴോ പെൺകുട്ടികളിൽ നല്ലൊരു ഭാഗം ആളുകളും വലിയ കോളേജുകളിലൊക്കെ ഇത് സുലഭമായി നടക്കുന്നുണ്ട്. ചേട്ടൻ്റെ മകൻ 6 മാസമായി ഇതിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ചന്ദ്രശേഖരൻ, താങ്കൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഫീൽ ചെയ്തോ മകനിൽ? ഇല്ല, ഒരു എന്തെങ്കിലും ഒരു മാറ്റം. ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. വയസ്സ് 62, ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ലഹരിക്കെതിരാണ് ഞാൻ. എൻ്റെ മകന് മുഖത്തിലൊരു വ്യത്യാസമോ അല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചാരായമൊക്കെ കുടിക്കുന്ന ആളുകളെ ദൂരെ വച്ച് തന്നെ നമുക്കൊരു സ്മെല്ല് കൊണ്ട് അത് അവൻ ചാരായം കുടിച്ചിരിക്കണമെന്ന് പറയാം. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇവൻ ബാത്റൂമിൽ പോകുമ്പോൾ, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും തിരക്കിൽ അവൻ ഇന്ന സാധനം വാങ്ങിച്ചോണ്ടോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുമെന്ന് പറയാൻ വിളിക്കാൻ പോകും. ആ ബാത്റൂമിൽ പോകുന്ന സമയം കൂടുതൽ സമയം ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു സംശയം മനസ്സിൽ തോന്നിയെങ്കിലും അത് ഇന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അത് ഇതിന് വേണ്ടിയുള്ള സമയം കൂടി അവിടെ എടുക്കുകയായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരിക്കലും, ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനം, ആയിരക്കണക്കിന് പ്രവർത്തകരെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. എത്രയോ രക്ഷകർത്താക്കൾ എൻ്റെ കയ്യിൽ ആ കുട്ടികളെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം സാറെന്ന് പറഞ്ഞ്. എൻ്റെ വീട്ടിൽ എൻ്റെ അശ്രദ്ധ കുറച്ചുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്ന് പറഞ്ഞാൽ മകന് നേർക്ക് ഒരു അച്ഛൻ്റെ ഒരു കണ്ണ് എന്ന് പറഞ്ഞാൽ, ചേട്ടാ, ഇപ്പം നമ്മളിപ്പം 27 വയസ്സ് എന്ന് പ്രായം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പ്രായമല്ല. ഇപ്പം നമ്മുടെ മക്കളെ ഒരു +1 +2 അല്ലെങ്കിൽ അത് ഡിഗ്രി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഒക്കെ അങ്ങനെ നോക്കുന്ന നോട്ടം എപ്പോഴും നോട്ടം സാധ്യമാവുമോ? എന്നാൽ പോലും ചേട്ടൻ്റെ മകൻ്റെ നേർക്ക് അച്ഛൻ്റെ നിശിതമായ ഒരു കണ്ണ് തെറ്റലുണ്ടായോ? അല്ല, ഈ 6 മാസം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ശ്രദ്ധ എനിക്ക് കുറഞ്ഞു എന്ന് തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന മാതിരി 27 വയസ്സ്, 1 വർഷമായി കല്യാണം കഴിഞ്ഞ ആ കുട്ടിക്ക് പോലും ഒരു ശകലം സംശയത്തിനുള്ള വഴിയില്ല. എൻ്റെ കൂട്ടത്ത് ഇത് വിൽക്കുന്ന ആളുകൾ, ഇത് എണ്ണം പറഞ്ഞ ഈ ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകൾ, ഈ രാവിലെ മുഴുവൻ മകൻ പറഞ്ഞിട്ട് ഈ പേരുകൾ എനിക്ക് എഴുതി തീരാൻ പോലും പറ്റിയില്ല. ഞാനതൊരു പോലീസ് ഓഫീസർക്ക് കൈമാറും 2-4 ദിവസത്തിനകത്ത്. എന്തായാലും ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണ്. ഇത് വച്ചു കഴിഞ്ഞാൽ ഒന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു അനുഭവം എനിക്കില്ല. എന്തായാലും പൂവാർ പോലീസ് 2 ദിവസത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്തു. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നി. അല്ലെങ്കിൽ കുറേ കാലം കൂടി കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ എനിക്ക് എൻ്റെ മോൻ നഷ്ടപ്പെടുമായിരുന്നു.
എത്രയോ മക്കൾ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ആ പോലീസ് ചെയ്ത ആ നടപടിയെ അങ്ങേയറ്റം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ മകനെ പിടിച്ചത് എന്ന് പറഞ്ഞുള്ള പരാതി എനിക്കില്ല. പക്ഷേ ഒരു സമൂഹത്തിനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ ആ പോലീസിൻ്റെ ചെറിയ നടപടി ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ചേട്ടാ, ഈ എന്ന് പറഞ്ഞാൽ ഇപ്പം മകൻ കുറേയധികം പേരുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇതിലൊരു വ്യാപകമായ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഒരാൾ പൈസ ഇട്ടാൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനം കേരളത്തിലെമ്പാടും ഈ മാഫിയയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഭീകരാവസ്ഥ എത്രത്തോളം ഭയാനകമാണ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ? ഭയാനകമാണ്. ഇത് അവരുടെ നെറ്റ്വർക്ക് ഈ പോലീസിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഈ ബൈക്കുകൾ ഓട്ടിച്ച് കൃത്യസ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നു, ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫോണുകളൊക്കെ വെർച്വൽ കാർഡില്ലാത്ത UK ആണ് നമ്പറുകൾ. അത് കഴിഞ്ഞാൽ എൻ്റെ ചില നമ്പറുകൾ കിട്ടിയിട്ടുണ്ട്, ഞാനത് പോലീസിന് കൈമാറും. അത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഇതിനെ പുറത്തു പറയുമെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ ഭീഷണി. അവൻ എൻ്റെ മോൻ തന്നെ പറഞ്ഞിട്ട് പറയണം, അച്ഛാ ഇവരൊക്കെ വലിയ റാക്കറ്റുകളാണ് എന്ന്. ഞാൻ പോലീസിനോട് പറയുന്നു, ഈ ഇവിടെ മുഴുവൻ റാക്കറ്റാണ്. ഏത് ഗ്രാമത്തിലും ഈ MDM മുതൽ കഞ്ചാവ് മുതലുള്ള ലഹരി വസ്തുക്കൾ യഥേഷ്ടം ആൾക്ക് കിട്ടുന്നു. അത് പെൺകുട്ടിക്കും കിട്ടുന്നു, ആൺകുട്ടിക്കും കിട്ടുന്നു. അവർ അത് കഴിക്കുന്നു, അതിനനുസരിച്ചുള്ള അക്രമങ്ങൾ നടക്കുന്നു. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയില്ല, എക്സൈസിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കോളേജുകളിലെ പെൺകുട്ടിയുടെ ആയാലും ഈ മറ്റു കോളേജുകളിൽ പോലീസിനൊരു സ്പൈ വർക്കറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലേ? അതിനകത്തുനിന്നൊരു സ്പൈ വർക്കറെ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി ഒരു ദിവസം 10 കേസ് പിടിക്കാം. അല്ല, പോലീസ് ഒരു ടീം ഉണ്ടാക്കട്ടെ, 2 3 പേരെ ഉണ്ടാക്കി രഹസ്യമായിട്ട് എന്നെ കൂടി ഉൾപ്പെടുത്തണം. രഹസ്യമായിട്ട് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഈ ജില്ലയിലെ ഒരു 25 പേരെങ്കിലും പോക്കിത്തരാൻ മുമ്പിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം അത്ര വലിയ കുറ്റവാളികളെ, അതിന് വിശ്വാസമുള്ള പോലീസ് ഓഫീസറെ കിട്ടണം. താങ്ക് യു ചേട്ടൻ പറയുന്നത്, ചേട്ടൻ്റെ നേരനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു ജീവിതഗന്ധിയായ വാക്കുകൾ താങ്കളിൽ നിന്ന് പുറപ്പെടും. താങ്ക് യു. എന്തായാലും താങ്കൾ അത് സംബന്ധിച്ചതിനും അതിലിറങ്ങി പുറപ്പെട്ടതിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.